നമസ്കാരം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനും അതിൻ്റെ അപേക്ഷയും ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞ പ്രകാരം ഇന്നലെ മുതൽ ഇതിൻ്റെ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. 31 ജനുവരി മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. മിനിമം 10ാം ക്ലാസ് മാത്രം മതി. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഇവിടെ കാണാം. 27/12/2025 27/12 ഡിസംബർ 27-നാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. 31/1/2026 അതായത് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് മാർച്ച് മാസം 2-ാം തീയതിയാണ്. അപ്പോൾ മാർച്ച് 2-ന് മുന്നേ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് 4-ആണ്. മാർച്ച് 4-ന് മുന്നേ നിങ്ങൾ ഫീസും അടയ്ക്കണം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ട. ഈ ഒരു അപേക്ഷ നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ലാസ്റ്റിലേക്ക് വെച്ചാൽ സൈറ്റ് കിട്ടില്ല, അത് കൺഫേമാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ എക്സ്ട്രാ ഫീസൊക്കെ അവർ ഈടാക്കുന്നുണ്ടാവും. മാർച്ച് മാസം 5-ാം തീയതി മുതൽ മാർച്ച് 14 വരെയാണ് മോഡിഫിക്കേഷൻ ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിയ ഡേറ്റ് 31 ജനുവരിയാണ്. എൻഡ് ആവുന്നത് മാർച്ച് 2. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ നാളെ കാലത്ത് വരുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ വീഡിയോ കാണുക. തെറ്റ് വരുത്തി വെക്കേണ്ട. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയൊരു വീഡിയോ നാളെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക കേട്ടോ. പോസ്റ്റ് വരുന്നത് ലെവൽ 1 പോസ്റ്റാണ്. 18,000 രൂപയാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ പോകുന്നത്. 18,000 വിത്ത് അലവൻസും വരുന്നുണ്ട്. 18 to 33 ഏജ് ലിമിറ്റ്. 1/1/2026 അടിസ്ഥാനത്തിൽ 33 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷ അയക്കാം. അതുകൂടാതെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷവും SC/ST കാരാണെങ്കിൽ 5 വർഷം വരെ വയസ്സിന് ഇളവും കൊടുക്കുന്നുണ്ട്. ടോട്ടൽ വാക്കൻസി 21,997 വാക്കൻസിയാണ് നിലവിൽ ടോട്ടൽ വാക്കൻസി ആയിട്ട് വന്നത്. ഈ ഒരു വാക്കൻസി കൂടും. കാരണം റെയിൽവേയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ്റെ വാക്കൻസിയും കൂടാറുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വാക്കൻസിയും കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 18 to 33 ഏജ് ലിമിറ്റ്. അതിൽ ജനറൽ EWS കാരാണെങ്കിൽ 2/1/93 ശേഷം ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. OBC NCL ആണെങ്കിൽ 2/1/90 ശേഷവും SC/ST ആണെങ്കിൽ 2/1/88 ശേഷം ജനിച്ച എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് 10ാം ക്ലാസ്, മിനിമം 10ാം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 10ാം ക്ലാസ് സിമ്പിൾ പാസ്സാണെങ്കിൽ പോലും അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഗ്രൂപ്പ് ഡി. അതുപോലെ തന്നെ IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട്. 500 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ 400 രൂപ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ആവും. എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ. 500 നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 റീഫണ്ട് ആവും. ഇനി SC/ST, എക്സ് സർവീസ്മാൻ, PWBD, പിന്നെ പെൺകുട്ടികൾ എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും 250 രൂപയാണ് ഫീസ്. ഓക്കെ. അതിൽ 250 നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ റീഫണ്ട് ആവും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിനുശേഷം ഫിസിക്കൽ വരുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഇതവിടെ കാണാം. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. അങ്ങനെ 4 സെലക്ഷൻ ക്രൈറ്റീരിയകൾ വരുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും കാണാം. 90 മിനിറ്റാണ് എക്സാമിന് ടൈം കിട്ടുന്നത്. 25 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ്, 25 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ്, 30 ക്വസ്റ്റ്യൻസ് ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും, 20 ക്വസ്റ്റ്യൻസ് അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത്. ഓരോ മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് പരീക്ഷ. ഇനി 1/3 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ മാത്സ് വരുന്നുണ്ട്. മാത്സിൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോൻ്റെ പ്രൊപ്പോർഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പേഴ്സൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നിങ്ങൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുക. ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല ഈ ഒരു എക്സാം പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിച്ചാലും മതി.
ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റാണ്. ബോയ്സിന് 35 കിലോഗ്രാം വെയിറ്റ്, 35 കിലോഗ്രാം ഫയർമാൻ ലിഫ്റ്റാണ്. 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. പിന്നെ 1000 മീറ്റർ 1 കിലോമീറ്റർ റണ്ണിങ് ആണ്. 4 മിനിറ്റ് 15 സെക്കൻഡ് ടൈം കിട്ടുന്നുണ്ട്. ഇനി ഗേൾസിനാണെങ്കിൽ 20 കിലോഗ്രാം വെയിറ്റ് ഫയർമാൻ ലിഫ്റ്റ്, 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. അതുപോലെ തന്നെ 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ റണ്ണിങ് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് അതും ഓടിക്കയറണം. ഈ 2 ഇവൻറ്റ് നിങ്ങൾ ഒറ്റ ചാൻസ് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിക്കുന്നൊരു ഘടകം വരുന്നുണ്ട്. അതിന് ശേഷം മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി, RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇതിലേക്ക് അപേക്ഷ അയക്കാൻ താല്പര്യമുള്ള എലിജിബിൾ ആയവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മാസം 2-ാം തീയതിയാണ്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സിൽ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.